നമുക്ക് വേണ്ട എന്താണ് ഇതിങ്ങോട്ട് പഠിക്കുക, പൈസ ഉണ്ടാക്കുക, അടുത്ത മാസം തൊട്ട് പ്രോഫിറ്റബിൾ ആവുക. എവിടെ? ഇതൊന്നും നടക്കത്തില്ല. ട്രേഡിങ് സക്സസ് ആവാൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോവാൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ? ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. ഒന്ന് രണ്ട് ഫാക്ടർ, അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഞാൻ പറയാം. നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ജീവിക്കുന്നത് ഒരു പുവർ ലൈഫ് സ്റ്റൈലാണെന്ന് വിചാരിക്കുക. ഞാനത് പൈസ ബേസ് ചെയ്തല്ല കേട്ടോ പറയുന്നത്. അതായത് ഇപ്പോൾ അതെനിക്ക് എല്ലാവർക്കും പല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഉള്ള കാശിന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്റ്റെബിലിറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കും. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക, നല്ല ഫുഡ് കഴിക്കുക, പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ റുട്ടീനും ഡിസിപ്ലിനും ശരിയാക്കണം, അല്ലാതെ പറ്റില്ല. ഇതൊക്കെ ഇനിഷ്യൽ സ്റ്റേജസിൽ ഞാൻ വിട്ട കാര്യങ്ങളെന്ന് മീൻസ് ഞാൻ ഇതേ മൈൻഡ് സെറ്റൊക്കെ തന്നെ ആയിരുന്നു. അതായത് പറഞ്ഞ പോലെ ഓക്കെ നമുക്ക് വേണ്ട എന്താണ് ഇതിങ്ങോട്ട് പഠിക്കുക, പൈസ ഉണ്ടാക്കുക, അടുത്ത മാസം തൊട്ട് പ്രോഫിറ്റബിൾ ആവുക. എവിടെ? ഇതൊന്നും നടക്കത്തില്ല. ഒരു ചേഞ്ച് വരണമെങ്കിൽ അത് നമ്മുടെ തലയ്ക്കകത്ത് ചേഞ്ച് വേണം. ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവും, രണ്ടാമത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും, മൂന്നാമത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് പെരുമാറണം. എല്ലാവർക്കും ഓരോ ഗോൾ കാണും. എനിക്കൊരു 5 വർഷം കഴിയുമ്പോൾ ഇതായിരിക്കണം എൻ്റെ ലൈഫ് സ്റ്റൈൽ. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ഇപ്പോൾ പല ആളുകൾക്കും അറിയാം. ഞാനൊരു ലാസ്റ്റ് 2 years ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മെൻറ്ററായിട്ട്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമായിട്ട് ഇത് ചെയ്യാനല്ല നമ്മൾ പ്ലാൻ. പകരം എന്താണ് അടുത്തത് 5 വർഷത്തിനപ്പുറം നമ്മൾ എന്തായിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ ഒരു കാര്യവും സ്റ്റാർട്ട് ചെയ്യരുത്. അതായത് സ്റ്റാർട്ട് ചെയ്യരുത് മീൻസ് സ്റ്റാർട്ട് ചെയ്താലും പാടായിരിക്കും, നിങ്ങൾക്കൊരു വിഷൻ കിട്ടില്ല. അതായത് 2025 എന്താണോ ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു മീൻസ് എനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലേക്ക് ഞാൻ എത്തി. അതിന്റെ റീസൺ തന്നെ ഇതാണ്. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ എനിക്കൊരു ട്രേഡ് എക്സിക്യൂഷൻ നടത്തണം, അല്ലാതെ ട്രേഡിംഗ് ഫോർ ലിവിംഗ് അല്ല. നമ്മൾ ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് ട്രേഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഒരു അനദർ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ അതർ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ട്രേഡിങ്ങിനെ മാറ്റുക എന്നുള്ളത്. അതിൽ ഞാൻ എത്തിച്ചു. പറയുമ്പോൾ ഓക്കെ അതിലെത്തിച്ചു, ബ്രോയ്ക്ക് സിമ്പിൾ ആണ്. അല്ല, ബ്രോയ്ക്ക് സിമ്പിൾ അല്ലായിരുന്നു. ബ്രോയുടെ ലൈഫ് സ്റ്റൈലും ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഡാം ഷുവർ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ്. പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കണം. അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പൈസയും പോകും, ചിലപ്പോൾ പൈസ കിട്ടത്തുമില്ല, കിട്ടുന്ന പൈസ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതാവും. പിന്നെ ഈ പറയുന്ന പോലെ ഗ്രീഡിനെസ് വരും, ഫോമോ അടിക്കും. എസ്പെഷ്യലി നമ്മൾ ട്രേഡിങ്ങിലുള്ളവർക്ക് അറിയാം, നമ്മൾ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതായത് ബി ലൈക്ക് എ മോങ്ക് എന്ന് പറയാം. പക്ഷേ ഒരു മോങ്ക് ആവാനുള്ള പാട് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ.